നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 12 വെള്ളിയാഴ്ചയാണ്. വൃശ്ചികം 26. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24-ന്റെ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളും വിശകലനവുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് തയ്യാറാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങൾ നൽകും. ആദ്യം കൊച്ചിയിലേക്കാണ്. വിഷ്ണു സുരേഷ് തയ്യാറാണ്. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കോടതി കേന്ദ്രീകരിച്ച് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി എന്ത് എന്നത് കേരളം ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ ദിലീപിനെ ഉൾപ്പെടെ കുറ്റവിമുക്തനാക്കിയ വിധിപ്പകർപ്പ്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒന്നത്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാർത്താ സമ്പന്നമായ ദിനമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം. വിവരങ്ങൾ വിഷ്ണു. കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷയിന്മേൽ വാദം നടക്കുക. ഈ പ്രതികൾക്കെതിരെ നേരത്തെ ചുമത്തിയ എല്ലാ വകുപ്പുകളും നിലനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുക. അവർക്ക് എന്ത് ശിക്ഷ നൽകും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ നിൽക്കാം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രതീക്ഷ. അക്കാര്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ ശിക്ഷയായി കോടതിയിൽ ആവശ്യപ്പെടാൻ പോവുകയും ചെയ്യുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉത്തരവിന്റെ പകർപ്പ്, ഈ വിധിയുടെ പകർപ്പ് ഇന്ന് വിധി പറയുകയാണെങ്കിൽ ഇന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അത് തുടർ നടപടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രോസിക്യൂഷനൊക്കെ ആ പകർപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് ലഭിച്ച ശേഷം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാൻ പോകുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നായിരിക്കും. മറ്റൊന്ന് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ ഹർജി നൽകിയത്. ആ അപ്പീൽ ഹർജി ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അത് മെൻഷൻ ചെയ്ത് ഒരുപക്ഷെ പരിഗണിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം രാഹുൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു അടിയന്തര സ്വഭാവം അതിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മെൻഷൻ ചെയ്യാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് പരിഗണിച്ചാൽ അതിൽ എന്തൊക്കെയാണ് സർക്കാർ പറയാൻ പോകുന്നത്, രാഹുൽ എന്തെല്ലാമാണ് കൗണ്ടറായി പറയാൻ പോകുന്നതൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി വരും. മറ്റൊരു വിഷയമുള്ളത് ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഹാൽ സിനിമ ഹൈക്കോടതി തന്നെ നേരിട്ട് കണ്ടിരുന്നു. അതിനുശേഷം എന്ത് നിലപാട് ഹൈക്കോടതി വിഷയത്തിൽ എടുക്കുമെന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. കത്തോലിക്ക കോൺഗ്രസ് ആണ് ഹാൽ സിനിമയുടെ റിലീസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സിനിമ കണ്ട് കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്ന പോലെ ഒന്നുമില്ലെങ്കിൽ വലിയ പിഴ നൽകേണ്ടി വരും എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ആ ഹർജി പരിഗണിക്കുന്നത്. അങ്ങനെ കോടതി കേന്ദ്രീകരിച്ചാണ് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വരിക. ടി. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണെന്ന് മധ്യകേരളം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജി ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തിരുവനന്തപുരത്തേക്ക് പോയാൽ ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം? ആർക്കൊപ്പമാണ് ജനം? ആരെയാണ് വീഴ്ത്താൻ പോകുന്നത്? ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ. അതുപോലെ IFFK ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല പനക്കോട് വീടിന്റെ അടുക്കളയിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്ന വിവരം ഇന്ന് പുലർച്ചയോടുകൂടി പുറത്തു വന്നിരുന്നു. അങ്ങനെ വാർത്തകളേറെയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ടെക്കി. എന്തായാലും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഒന്ന്, കേരളം മുഴുവൻ നോക്കിയാൽ കേരളം മുഴുവൻ ഇന്ന് കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. സംസ്ഥാനത്താകെ 200-ലധികം കൗണ്ടിംഗ് സ്റ്റേഷനുകളുണ്ട്. ഓരോ ജില്ലാ കേന്ദ്രീകരിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ പഞ്ചായത്തുകളുടെ കൗണ്ടിംഗ് നടക്കും. കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ച് കോർപ്പറേഷനുകളുടെ കൗണ്ടിംഗ് നിശ്ചിത കേന്ദ്രത്തിലായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ, പ്രത്യേക സ്കൂളോ മറ്റോ ആയിരിക്കും. തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാർവനസ് കോളേജ് ക്യാമ്പസാണ്. ഇത് മറ്റ് നഗരസഭകൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്തുകൾ
കേന്ദ്രീകരിച്ചും പ്രത്യേക കൗണ്ടിങ്ങുകൾ നടക്കും. ഉച്ചയോടുകൂടി തന്നെ ഫലം പൂർണ്ണമായി ലഭിക്കും. രാവിലെ 8 മണിക്കാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും എണ്ണുക. അതിനുശേഷം ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഫലസൂചന ലഭ്യമായി തുടങ്ങും. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ട്രെൻഡ് എന്ന ആപ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇതുമായി ബന്ധപ്പെട്ട ഫലം ലൈവായി തന്നെ എടുക്കാവുന്നതാണ്. ഒപ്പം 24 അടക്കം വിശദമായി തന്നെ വലിയ ക്രമീകരണങ്ങളുമായി രംഗത്തുണ്ട്. എന്തായാലും മുന്നണികൾ കഴിഞ്ഞ ദിവസം വരെയുള്ള ഇന്നലെ വൈകിട്ട് 9 മണി വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 73% മുകളിൽ മാത്രമാണ് പോളിംഗ് എത്തിയത്. കഴിഞ്ഞ 15 വർഷത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും മുന്നണികൾ പ്രതീക്ഷയിലാണ്. LDF കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്ന ആധിപത്യം അത് തുടരാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളെല്ലാം മുന്നിൽ നിർത്തി തന്നെയാണ് LDF അവരുടെ പ്രചാരണ തന്ത്രം മെനഞ്ഞത്. പക്ഷേ UDF വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ വർഷം കൈവിട്ടു പോയ വിവിധ കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യം അവർക്കുണ്ട്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിൽക്കുമ്പോൾ UDF വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്നത്. BJP ഇത്തവണ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയർത്തുമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വിവിധ പഞ്ചായത്തുകളും നഗരസഭകളുടെയും ഭരണം കൂടുതലായി നേടാനാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഏറ്റവും വലിയ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിക്കുമെന്നുള്ള പ്രതീക്ഷ BJP നിലനിർത്തുന്നുണ്ട്. എന്തായാലും ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. 3 മുന്നണികളും ഒരുപോലെ ശക്തമായ പോരാട്ടം നടത്തിയിരിക്കുന്നു. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലുകളുടെ സമയമാണ്. അന്തിമ പോളിംഗ് ശതമാനം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇന്നലെ 9 മണി വരെ എന്നുള്ള പോളിംഗ് ശതമാനമാണ് നിലവിൽ നിൽക്കുന്നത്. അതേസമയം നമ്മൾ മറ്റ് IFFK എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈവന്റ് അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സാധാരണഗതിയിൽ വലിയൊരു ഈവന്റ് ആണ്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫലം വരുന്നതുവരെ ആ പെരുമാറ്റച്ചട്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാംസ്കാരിക മന്ത്രി പ്രത്യേക അനുമതി വാങ്ങിയാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടനം. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കും. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് എത്തുമെന്ന് ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കും ഇളവ് ലഭിക്കണം. ഇതിപ്പോൾ സാംസ്കാരിക മന്ത്രിയും പ്രത്യേക ഇളവ് നേടിയാണ് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം വലിയൊരു സമാപനം വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 8 ദിവസമാണ്. ഇന്നു മുതൽ 8 ദിവസം തിരുവനന്തപുരം ഒരു IFFK ചിത്രങ്ങളുടെ ഒരു സിനിമ അന്താരാഷ്ട്ര സിനിമകൾ കാണാനുമില്ല എത്തുന്നവരുടെ വലിയൊരു തീർത്ഥാടന കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉത്സവമായി IFFK വരും ദിവസങ്ങളിൽ മാറുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആലസ്യം മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുക സിനിമകൾ കാണുന്ന സിനിമയുടെ കാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സംഭവിച്ച ഒരു അപകടമാണ്. കഴിഞ്ഞ രാത്രി നെടുമങ്ങാട് വലിയമലയിലെ പനയ്ക്കോട് വീട്ടിലെ അടുക്കളയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. പന്നിപ്പടക്കം പൊട്ടിയതാണെന്നാണ് കരുതുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരുടെ നില ഗുരുതരമല്ല, സാരമായ പരിക്കുകളല്ല എന്നാണ് അറിയുന്നത്. ഇവരെ വട്ടപ്പാറയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2 പേർക്കാണ്, അതായത് പനക്കോട് സ്വദേശികളായ ഭജൻലാല്, നൂം എന്നിവർക്കാണ് പരിക്കേറ്റത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. ഫലമറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. തികഞ്ഞ ആത്മവിശ്വാസം മുന്നണികൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതേസമയം തന്നെ അടിയൊഴുക്കുകളിൽ ആശങ്കയും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാണ്. ഷഹദ്, രണ്ടാം ഘട്ടവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും വിധിയെഴുതിയിരിക്കുന്നു. വടക്കൻ ജില്ലകളിൽ എത്രത്തോളം ആത്മവിശ്വാസം മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സ്ഥാനാർത്ഥികളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് വിശേഷം തന്നെയാണ് അവിടെ നിന്ന് പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട വിവരം. വിശദാംശങ്ങൾ ഷഹദ് റഹ്മാൻ. റിജിത, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് അല്ലെങ്കിൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നാളെ എന്തായിരിക്കും പെട്ടിയിൽ എന്നറിയാനുള്ള ആകാംക്ഷയാണ്. അത് മലബാർ മാത്രമല്ല, കേരളം ഒന്നാകെയാണ്. പക്ഷേ ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലെ വോട്ട് കഴിയുന്നു. ഇന്ന് ഒരു കൂൾ ഓഫ് ടൈം, നാളെ വിധി അറിയാൻ പോകുന്നു എന്നുള്ള ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണുള്ളത്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടിയും കിഴിച്ചുമുള്ള മണിക്കൂറുകളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് വേണം പറയാൻ. ഇന്ന് നമ്മൾ രാവിലെയോടുകൂടി നേതാക്കളെയൊക്കെ വീണ്ടും കാണും. അപ്പോൾ അവരവരുടെ പ്രതീക്ഷകൾ, അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഇന്ന് കുറച്ചുകൂടി ഓപ്പണായിട്ട് പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് എല്ലായിടങ്ങളിലും പൂർത്തിയായിട്ടുണ്ടായിരുന്നത്.
ചില ബൂത്തുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി അത് പരിഹരിക്കുകയും ഉച്ചയ്ക്ക് വലിയ തിരക്ക് പല ബൂത്തുകളിൽ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാത്രിയോടുകൂടി ഈ പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ ഈ അതാത് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി നാളെ അത് രാവിലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സൂചനകൾ മുതൽ ഏറ്റവും ഒടുവിലെ ഫലം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണ് ഇത്തവണ കടുത്ത മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം CPM ആണ് നിലവിൽ ഭരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്താണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത്. എന്നാൽ ഇത്തവണ UDF അവിടെ ആധിപത്യം ഉറപ്പിക്കും എന്ന ഒരു മുദ്രാവാക്യവും അല്ലെങ്കിൽ എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ തന്നെ UDF നേരിട്ടിട്ടുള്ളത്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം BJP ആയിരിക്കും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ എന്ന് വേണം പറയാൻ. കാരണം BJP പിടിക്കുന്ന വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും CPMനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും കൊട്ടിക്കലാശം അതിഗംഭീരമായിരുന്നു. തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ രാവിലെയോടുകൂടി വിധിയുടെ ഈ സമയമാകുമ്പോഴത്തേക്കും ആദ്യ സൂചനകൾ അല്ലെങ്കിൽ ഈ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നു തുടങ്ങും. എന്തായാലും നാളത്തെ ഒരു ദിവസത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. റിജിത്ത്. ശരി, ഷാഹദ് റഹ്മാൻ കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും പൂർത്തിയായതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ ജനം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെയാണ് വോട്ടെണ്ണൽ. നാളെ രാവിലെ 8:30യോടുകൂടി ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന കണക്ക് പ്രകാരം 73.56% ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഫലത്തെ ബാധിക്കില്ല എന്ന് മുന്നണികൾ പ്രതീക്ഷിക്കുന്നു. 2 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിൽ 70.91% പേർ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ വടക്കൻ മേഖലയിലെ പോളിംഗ് ശതമാനം 75.75%-ത്തിലെത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ 2% വോട്ടിംഗ് കുറഞ്ഞുവെങ്കിലും വിജയത്തെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ട്രയൽ റണ്ണായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ട NDAയും പ്രതീക്ഷയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതിയും നിരവധി പ്രാദേശിക വിഷയങ്ങളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു. നാളെ രാവിലെ 8 മണിയോടുകൂടിയാണ് സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ ബാലറ്റ്, പിന്നീട് പോളിംഗ് മെഷീൻ എന്നീ ക്രമത്തിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. അരമണിക്കൂറിനകം തന്നെ ആദ്യ ഫലസൂചനകൾ വ്യക്തമാകും. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കും. മാറ്റിവെച്ച ഡിവിഷനുകളിലെ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. ഇനി രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പരിശോധിക്കാം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച്, രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാർലമെന്റ് തുടരുന്നുണ്ട്. ഇൻഡിഗോയിലെ പ്രതിസന്ധി അത് അയവില്ലാതെ തുടരുന്നു. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സമാന്തരമായി നടക്കുന്നു. ഗോവ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് വാർത്തകൾ. അങ്ങനെ ഇന്നത്തെ വാർത്താ ദിനം ഡൽഹി കേന്ദ്രീകരിച്ച്, രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ശ്രദ്ധേയമായിരിക്കുമല്ലോ ബൽറാം നെടുങ്ങാടി. വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. തീർച്ചയായും രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇന്ന് നിരവധി വാർത്തകളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ പ്രമേയങ്ങൾ ഒപ്പം തന്നെ സ്വകാര്യ ബില്ലുകൾ എന്ന് അവതരിപ്പിക്കുന്ന ദിവസമാണ് പാർലമെന്റിൽ. കേരളവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു സ്വകാര്യ പ്രമേയം ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ വരുന്നുണ്ട്. അത് ജോൺ ബ്രിട്ടാസ് MP കേരളത്തിൽ എയിംസ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ പ്രമേയമാണ്. നേരത്തെ തന്നെ കേരളത്തിന് എയിംസ് നൽകാം എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും, എന്നാൽ രാജ്യത്ത് 22 എയിംസുകൾ നിലവിലുണ്ട്. അതിലൊന്നുപോലും കേരളത്തിലില്ല. മറ്റ് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എയിംസ് ലഭിക്കാത്ത ഒരു ഏക സംസ്ഥാനം കേരളം മാത്രമാണ് എന്നും, അതുകൊണ്ട് തന്നെ സംസ്ഥാനം എയിംസിനായി കണ്ടെത്തിയ കിനാലൂരിൽ എയിംസ് അനുവദിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം എന്നുമുള്ള ഒരു പ്രമേയമാണ് ജോൺ ബ്രിട്ടാസ് MP അവതരിപ്പിക്കാനിരിക്കുന്നത്. മൂന്നാമത്തേതായാണ് ഈ പ്രമേയം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവതരണാനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക്സഭയിൽ ഇന്ന് 2 ധനാഭ്യർത്ഥന ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സ്വകാര്യ പ്രമേയങ്ങൾ തന്നെയാണ് ലോക്സഭയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുക. ഇതോടൊപ്പം തന്നെയാണ്
പ്രധാനമായ ഇൻഡിഗോ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിസന്ധി തുടരുകയാണ്. പല വിമാനത്താവളങ്ങളിലും കഴിഞ്ഞ ദിവസവും വിമാനങ്ങൾ റദ്ദാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് കാരണങ്ങൾ തേടുകയും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഇന്നും ഇൻഡിഗോ സിഇഒയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് DGCയെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമയാന മന്ത്രാലയവും DGCയും ഇൻഡിഗോയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ തേടിയിരുന്നു. കെടുകാര്യസ്ഥത, ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തിലെ പാളിച്ചകളുമാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായത് എന്ന് വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡിഗോ നേരത്തെ നൽകിയ വാഗ്ദാനം അത് ഡിസംബർ 10-നകം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതായിരുന്നു. അത് പൂർത്തിയാക്കാൻ ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും പരിഹരിച്ചു വരുന്നു എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അതേസമയം ഈ ഗോവ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ നടപടികളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറിനകം തന്നെ രാജ്യം വിടാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ഈ ഗോവയിലെ ബിർച്ച് നൈറ്റ് ക്ലബിന്റെ ഉടമകളായ ലുത്ര സഹോദരന്മാർ. ഇരുവരെയും കഴിഞ്ഞ ദിവസം തായ്ലൻഡ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടുവരുന്നതിനായി ഗോവ പോലീസ് സംഘം തായ്ലൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ മടക്കി കൊണ്ടുവരുന്ന നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുതരമായ വീഴ്ചകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഈ നൈറ്റ് ക്ലബിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ആവശ്യമായ ലൈസൻസുകളോ മറ്റ് രേഖകളോ ഇല്ലാതെ, ഒപ്പം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒട്ടും തന്നെ പാലിക്കാതെയായിരുന്നു ഈ നൈറ്റ് ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടായ 11:45 ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. അതിന് മണിക്കൂറുകൾക്കകം ഏതാണ്ട് 1:17 ഇരുവരും തായ്ലൻഡിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. തങ്ങൾ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്നും നടപടി ഉണ്ടാകുമെന്നും ഉറപ്പുണ്ടായിരുന്നു ഇവർക്ക് എന്നതിന്റെ വ്യക്തമായ തെളിവായി ഗോവ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. റിജിത്ത്, ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയത് 92,041 ഭക്തരാണ്. രാവിലെയും ഉച്ചയ്ക്കും തിരക്ക് കുറവായിരുന്നെങ്കിലും വൈകുന്നേരത്തോടെ തിരക്ക് വർദ്ധിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിവരെ 17,599 പേർ ദർശനം നടത്തിയിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. സുജിത്ത്, ഇന്നലത്തെ കണക്കുകൾ വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് തിരക്ക് കൂടിയത്. ഇന്ന് രാവിലത്തെ സാഹചര്യം എന്താണ്? സന്നിധാനത്തെ കാഴ്ചകൾ എങ്ങനെയാണ് സുജിത് സുരേന്ദ്രൻ? റീജിത്ത്, ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. രാവിലെ 5 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 17,599 പേരാണ് രാവിലെ 6 മണി വരെ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നലത്തെ കണക്കുകൾ റീജിത്ത് പറഞ്ഞ പ്രകാരം തന്നെ 92,041 പേരാണ് ഇന്നലെ മാത്രം സന്നിധാനത്ത് ദർശനം നടത്തിയത്. തിങ്കളാഴ്ചയായിരുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത്. 1,10,000 ഭക്തരായിരുന്നു തിങ്കളാഴ്ച എത്തിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ എണ്ണം കുറഞ്ഞു വരുന്നതായാണ് കണ്ടത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ച കഴിഞ്ഞതോടുകൂടി തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് പരമ്പരാഗത പാത വഴി നിരവധി ഭക്തർ എത്തുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. ഇന്നും ആ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള തിരക്ക്. ഫ്ലൈ ഓവർ നിറഞ്ഞും തിരക്ക് ദൃശ്യമാകുന്നുണ്ട്. മരക്കൂട്ടം മുതൽ ഭക്തരെ ഘട്ടം ഘട്ടമായാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതുപോലെ തന്നെ മണ്ഡലപൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ 26, 27 തീയതികളിലേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കുമാണ് ദർശനത്തിനുള്ള അവസരം ലഭിക്കുക. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 ഭക്തരെ വീതം അനുവദിക്കുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ശബരിമല ഓൺലൈനിലെ shbrimala.online.org എന്ന വെബ്സൈറ്റിലൂടെയാണ് ദർശനത്തിനുള്ള സ്ലോട്ടുകൾ ഭക്തർ ബുക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഈ ദിവസങ്ങളിൽ, അതായത് ഏറ്റവും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന ദിവസങ്ങളാണ് മണ്ഡലപൂജ ദിനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലപൂജ തൊഴുന്നതിന് വേണ്ടി നിരവധി ഭക്തരെത്തുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഒരുക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇത്രയേറെ ഭക്തർക്ക് സന്നിധാനത്തെ ദർശനത്തിനുള്ള ഒരു സൗകര്യം കൂടി ദേവസ്വം ബോർഡ് അധികൃതരും പോലീസും ചേർന്ന് ഒരുക്കുന്നത് എന്നുള്ളതാണ്. പരമ്പരാഗത വഴിയിലൂടെ അടക്കം ഇപ്പോൾ ഏറെ ഭക്തരുടെ വരവ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. ശരി, സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ സജീവമായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ
കുന്നത്തൂർമേട് നോർത്ത് വാർഡ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം MLA ഓഫീസിലും ചില പ്രവർത്തകരുടെ വീട്ടിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിന് മുമ്പിൽ നിന്ന് ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതം, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ? പോലീസും ഒരു ഭാഗത്ത് രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് ലാൽ കൃഷ്ണൻ? ഇന്നലെ രാത്രിയോട് കൂടി അടൂരിലേക്ക് പോകും എന്നതായിരുന്നു പാലക്കാട് MLA രാഹുലിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അഭ്യൂഹങ്ങളിലൊന്ന്. അദ്ദേഹം MLAയുടെ വീട്ടിൽ നിലവിൽ അതിനുശേഷം ഓഫീസിൽ വന്നതിന് ശേഷം മാത്തൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ, മാത്തൂർ എന്നൊക്കെ പറയുന്നത് MLAക്ക് നല്ല സ്വാധീനമുള്ള മേഖലകളാണ്. MLA വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ളൊരു പ്രദേശമാണ്. അവിടേക്ക് പോയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന MLA ഓഫീസിന് മുമ്പിലാണ്. അവിടെ പോയി അവിടെ നിന്ന് നേരെ അടൂരിലേക്ക് പോകും. തുടർന്ന് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യങ്ങളൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിയ വേളയിൽ തന്നെ MLA തിരികെ MLA ഓഫീസിലേക്ക് എത്തി. MLA ഇപ്പോൾ ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുമാനം. അതായത് ഫ്ലാറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല, നേരെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ MLA കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഈ നഗരത്തിൽ തന്നെ MLA ഉണ്ടാകും. MLAയുടെ പരിപാടികൾ നഗരം കേന്ദ്രീകരിച്ചായിരിക്കും എന്നാണ് അറിയുന്നത്. പോലീസും നിലവിൽ MLA നോട്ട് ടു അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നീക്കങ്ങൾ, അതായത് എങ്ങോട്ടാണ് രാഹുൽ മാങ്കൂട്ടം പോകുന്നത്, എന്തെല്ലാമാണ് രാഹുലിൻ്റെ നീക്കങ്ങൾ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ 15 ദിവസത്തോളം രാഹുൽ വീട്ടിൽ പോയിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടൂരിലേക്ക് പോകുമെന്ന കാര്യം കൂടി അഭ്യൂഹമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അടൂരിലേക്ക് പോകും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പാലക്കാടുള്ള പോലീസിനെ സംബന്ധിച്ച് നമ്മൾ വിളിച്ചന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് അറസ്റ്റോ അല്ലെങ്കിൽ രാഹുലിനെ കസ്റ്റഡി എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കേസ് നടക്കുന്നത് തിരുവനന്തപുരത്തായതുകൊണ്ട് തിരുവനന്തപുരം പോലീസിന് മുന്നിൽ ഹാജരായി ജാമ്യം എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരടക്കമുള്ളവരെ കണ്ട ശേഷമായിരിക്കും ഇന്നത്തെ രാഹുലിന്റെ മറ്റു പരിപാടി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സർക്കാർ നൽകിയ തടസ്സ ഹർജിയും കോടതിക്ക് മുമ്പിലേക്കെത്തും. ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാണ് വഖഫ് സംരക്ഷണ വേദിയുടെ ആവശ്യം. മുനമ്പം ഭൂമി തർക്കം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലായതിനാൽ ഹൈക്കോടതിക്ക് ഉത്തരവിറക്കാനാകില്ല എന്നാണ് ഹർജിയിലെ പ്രധാന വാദം. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ കമ്മീഷനെ നിയമിക്കാനാകുമോ എന്നതായിരുന്നു ഹൈക്കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതെന്നും വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജിയിൽ പറയുന്നുണ്ട്. തമിഴ്നാട് മധുര തിരുപ്പരൻകുൻട്രം കാർത്തിക ദീപ വിവാദത്തിൽ സർക്കാർ നൽകിയ അപ്പീൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. മലമുകളിൽ ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ഉത്തരവിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. മലമുകളിലെ സിക്കന്ദർ ദർഗയ്ക്ക് സമീപം ദീപം തെളിയിക്കരുതെന്ന് 2014-ലും 2017-ലും മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. മലമുകളിൽ ദീപം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ നിരാഹാര സമരം നടത്താൻ പ്രദേശവാസികൾക്ക് ഹൈക്കോടതി അനുമതി നൽകി. 50 പേർക്ക് മാത്രമായിരിക്കും പക്ഷേ അനുമതി ഉണ്ടാവുക. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർത്തിക ദീപ വിവാദം സംസ്ഥാനത്തെ ഹൈന്ദവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു. RSSന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന പരിപാടിയിലായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രതികരണം. മുൻ ISI മേധാവി ഫായിസ് ഹമീദിന് 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് പാക് സൈനിക കോടതി. ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചതിനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് കോടതിയുടെ ശിക്ഷ. ഇതാദ്യമായാണ് ISIയുടെ മുൻ മേധാവി ശിക്ഷിക്കപ്പെടുന്നത്. ഹൗസിംഗ് പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ 2024 ഓഗസ്റ്റിൽ ഫായിസ് ഹമീദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.